Today we are going to study about force of friction. The force that opposes or resists the motion of one surface across the another is called the force of friction. The force that opposes or resists the motion of one surface across another is called force of friction. ഒരു സർഫസിൽ കൂടെ മറ്റൊരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ ഓബ്ജക്റ്റ് മൂവ് ചെയ്യാതെ ഇരിക്കുവാൻ ആ മൂവ്മെൻറ്റിനെതിരെയുള്ള ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഈ ഒബ്ജക്റ്റ് ഈ സർഫസിൽ കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ്, ഈ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, സോ ദർ ഇസ് എ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ against this motion. That force is called force of friction. Cause of friction. Due to the interlocking of irregularities between the two surfaces in contact. Force of friction is due to the interlocking of irregularities between two surfaces in contact. Contact ചെയ്യുന്ന പ്രതലങ്ങളുടെ ഇറഗുലാരിറ്റീസ്, അതായത് പ്രൊജക്ഷൻസ്, പൊങ്ങി നിൽക്കുന്നതും താഴ്ന്നു നിൽക്കുന്നതുമായ ഇറഗുലാരിറ്റീസ്. യു ക്യാൻ സീ ഹിയർ there are a lot of irregularities in the surface of each objects. Okay, due to these irregularities there is interlocking, so that prevents the moving of objects from one place to another. The cause of friction is due to the interlocking of irregularities between two surfaces in contact. അപ്പോൾ നമ്മളിത് വളരെ മിനുസമുള്ള പ്രതലമാണ്, പക്ഷേ നമ്മൾ ക്ലോസ് എക്സാമിൻ ചെയ്യുമ്പോൾ, നമ്മൾ വളരെ അടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി ഇറഗുലാരിറ്റീസ് കാണാൻ സാധിക്കും. ഏത് പ്രതലത്തിലാണെങ്കിലും, എത്ര മിനുസമുള്ള പ്രതലത്തിലാണെങ്കിലും ഇറഗുലാരിറ്റീസ് കാണാൻ സാധിക്കും. ആ ഇറഗുലാരിറ്റീസിൽ തടഞ്ഞു നിൽക്കുന്നത് മൂലമാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാകാൻ കാരണം. Let's study about effects of friction. Friction always acts in direction opposite to the motion. മൂവ് ചെയ്യുന്ന ഡിറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, എതിർ ദിശയിലായിരിക്കും ഫ്രിക്ഷൻ എപ്പോഴും എക്സെർട്ട് ചെയ്യുന്നത്. ഓക്കെ, one person try to push this object towards this direction. Okay, motion of object is also in this direction, from the left to right. The force of friction acting just opposite direction. The മൂവ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ്, ഇവിടുന്ന് തള്ളുമ്പോൾ ഇതിനെതിരെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് എക്സെർട്ട് ചെയ്യും. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷൻ. മോഷനെതിരെ, അതിൻ്റെ ഓപ്പോസിറ്റ്, എതിർ ദിശയിലായിരിക്കും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. സോ അൺലെസ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് മൂവിങ് ദ ഒബ്ജക്റ്റ് ഈസ് ഇനഫ് ടു ഓവർകം ദ ഫ്രിക്ഷണൽ ഫോഴ്സ്, the object will come to stop. That is why rolling ball stop on its own after rolling for a while. അപ്പോൾ ഈ ഇവിടുന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴാണോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നത്, ഇവിടുന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, ഇവിടുന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴാണോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നത്, ആ സമയത്ത് ഈ ഒബ്ജക്റ്റിനെ ഇതും മൂവ് ചെയ്യാൻ തുടങ്ങും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഈ ഇവിടുന്ന് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് പുഷ് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും താഴെയാകുമ്പോൾ, എപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലും ഉയർന്നും
എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് താഴ്ന്നു ആയിരിക്കുന്നു, ആ സമയത്തിനെയും മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ്സ് വൈ എ റോളിംഗ് ബോൾ സ്റ്റോപ്പ് ഓൺ ഇറ്റ്സ് ഓൺ ആഫ്റ്റർ റോളിംഗ് ഫോർ എ വൈൽ. അതുകൊണ്ടാണ് ഒരു ഫോഴ്സ് കിട്ടിയ ഒരു ബോള് കുറച്ച് സമയം ആ സർഫസിൽ കൂടി ഉരുളും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേന് ഫ്രിക്ഷണൽ ഫോഴ്സിനെയും ഈ ഫോഴ്സിനേക്കാളും കൂടുതലാകും. അപ്പോൾ ആ ബോൾ അവിടെ സ്റ്റോപ്പ്. സെക്കൻഡ്, frictional force depends on the type of surface in contact. Friction force depends on the type of surface in contact. ഏതൊക്കെ സർഫസിലാണോ കോണ്ടാക്റ്റ് വരുന്നത് ആ സർഫസ് അനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സിന് വ്യത്യാസങ്ങൾ വരും. ഇഫ് സർഫസ് ആർ സ്മൂത്ത്, ഫ്രിക്ഷൻ വിൽ ബി ലെസ്. സർഫസ് സ്മൂത്ത് ആണെങ്കിൽ, ഇതുപോലെ സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. That's why a ball roll for a long time on smooth floor. Rough surface, if the surface is rough, friction is more. ഇവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, റഫ് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പം ഒരു ബോള് സ്മൂത്ത് സർഫസിൽ കൂടി ഉരുട്ടുക, ആ ബോൾ തന്നെ റഫ് സർഫസിൽ കൂടി ഉരുട്ടുക, ഏത് ബോളായിരിക്കും ആദ്യം സ്റ്റോപ്പ് ആകുന്നത്? യെസ്, ഈ റഫ് സർഫസിൽ കൂടെ പോകുന്ന ബോളായിരിക്കും ആദ്യം സ്റ്റോപ്പ് ആകുന്നത്. ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് മോർ ഫ്രിക്ഷൻ ഡ്യൂ ടു ദ റഫ്നെസ് ഓഫ് സർഫസ്. സർഫസിൻ്റെ റഫ്നെസ് അനുസരിച്ച്, റഫ്നെസ് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ സ്മൂത്ത്നെസ് കൂടുന്നതനുസരിച്ച് ഫ്രിക്ഷൻ കുറയും. അതായത് റഫ്നെസ് കുറയുകയാണെങ്കിൽ ഫ്രിക്ഷൻ കുറയും. Frictional force depends on the type of surfaces in contact. കോണ്ടാക്റ്റ് വരുന്ന സർഫസിനെ അനുസരിച്ചാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. Third, the frictional force also depends on the how heavy the object is. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഓബ്ജക്റ്റ് എത്ര ഹെവി ആണെന്നുള്ളതാണ്. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് ഹെവി, ഫ്രിക്ഷൻ വിൽ ബി മോർ. ഒരു വസ്തു കൂടുതൽ ഹെവി ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് ലൈറ്റ്, ഫ്രിക്ഷൻ വിൽ ബി ലെസ്. ഫ്രിക്ഷൻ ലെസ് ആയിരിക്കും. Fourth one, friction produces heat. For example, your palms feel warm when you rub them together. നിങ്ങളുടെ കരങ്ങൾ കൂട്ടി ഉരസുമ്പോൾ അതിന് ചൂട് അനുഭവപ്പെടും. ബിക്കോസ് ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ്. ഇറ്റ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ ദാറ്റ്സ് ദ മൂവിങ് പാർട്ട് ഓഫ് മെഷീൻ ഗെറ്റ് വാം. അതുകൊണ്ടാണ് മെഷീൻ്റെ മൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ ചൂടാകുന്നത്. നമുക്കറിയാം, മെഷീൻ കുറച്ച് നേരം, മിക്സിയോ മറ്റുള്ള ഏത് മെഷീനോ കുറച്ച് നേരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൂവ് ചെയ്യുന്ന പാർട്ട് തന്നെയും ചൂടാകും. This due to the friction between the surfaces. സർഫസിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് ഹീറ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് മെഷീൻ്റെ ഭാഗങ്ങൾ ചൂടാകുന്നത്. ഫ്രിക്ഷൻ കോസസ് wear and tear. Next effect is friction causes wear and tear. Example, the tire of a bicycle and car wear out due to the friction between the tire and ground. കാറിൻ്റെയോ സൈക്കിളിൻ്റെയോ ടയറുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് തേഞ്ഞു തീരും. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ തേയ്മാനം സംഭവിക്കുകയാണ്. വിയർ ആൻഡ് ടിയർ സംഭവിക്കും, തേയ്മാനം സംഭവിക്കുക. കാറിൻ്റെയും സൈക്കിളിൻ്റെയും ബസ്സിൻ്റെയും ഒക്കെ ടയർ കുറച്ച് കഴിയുമ്പോൾ തേഞ്ഞു പോകും. ആ കട്ടയൊക്കെ മാഞ്ഞ്, ഗ്രൂസൊക്കെ മാഞ്ഞ് വളരെ പ്ലെയിൻ ആയിട്ട് കാണപ്പെടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ മൂലം തറയിൽ എപ്പോഴും ഉരസിയാണ് ടയറുകൾ പോകുന്നത്. അപ്പോൾ ആ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ മൂലം എന്നായിരുന്നു
wear and tear സംഭവിക്കും, തേയ്മാനം സംഭവിക്കും. അപ്പോൾ ഇതാണ് 5 effects of force. We study 5 effects of force. Friction always acts in direction opposite to the motion. Second one, frictional force depends on the type of surface in contact. Frictional force also depends on how heavy the object is. Friction produces heat. Friction causes wear and tear. These are the 5 effects of friction. We studied what is friction, and then we studied what are the 5 effects of friction. I hope you understood this lesson. Thank you.